മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ UDF പ്രവർത്തകർ ഇന്ന് കലക്ടറേറ്റ് വളയും. രാവിലെ 7 മുതൽ ജീവനക്കാരെ കടത്തിവിടാതെ കലക്ടറേറ്റിന്റെ 3 ഭാഗങ്ങളിലായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കലക്ടറേറ്റിന് മുന്നിൽ നിന്ന് ടി അനീസ് അലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ് അലി, വലിയ പ്രക്ഷോഭത്തിന് തന്നെയാണ് അവിടെ കളമൊരുങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് പോലും ഇന്നിപ്പോൾ വലിയ പോലീസ് സന്നാഹം കൂടി സ്ഥലത്തുണ്ടാകും. എന്തൊക്കെ സംഭവവികാസങ്ങൾ പ്രതീക്ഷിക്കണം? തീർച്ചയായും കലക്ടറേറ്റിലേക്ക് ജീവനക്കാർ എത്തിത്തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കലക്ടറേറ്റിന്റെ 3 ഗേറ്റുകളും വളഞ്ഞുകൊണ്ടാണ് UDFന്റെ സമരം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ രാപ്പകൽ സമരം ഉണ്ടായിരുന്നു. ടി സിദ്ദീഖ് MLA നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം ഉണ്ടായത്. അതിനുശേഷം ഇന്നിപ്പോൾ കലക്ടറേറ്റ് വളയൽ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി കലക്ടറേറ്റ് വളയൽ സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ UDFന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ടി സിദ്ദീഖ് MLA അടക്കമുള്ള ആളുകളുണ്ട്. ND അപ്പച്ചൻ DCC പ്രസിഡന്റ് അദ്ദേഹമുണ്ട്. ET മുഹമ്മദ് ബഷീർ MP ആണ് സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 7 മാസം പിന്നിടുമ്പോഴാണ്, ഇന്നിപ്പോൾ 7 മാസം ആവുകയാണ്. ആ സമയത്താണ് UDF പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ പലതരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർ പങ്കുവച്ചിരുന്നെങ്കിൽ പോലും പ്രത്യക്ഷ സമരത്തിലേക്ക് UDF കടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ UDF പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ പ്രത്യക്ഷ സമരം ആരംഭിച്ചിരിക്കുന്നു. ടി സിദ്ദീഖ് MLA നമ്മോടൊപ്പം ചേരുന്നു. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നമ്മൾ കടക്കുന്നത്? വളരെ ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ്. നിങ്ങൾ ആലോചിക്കണം, ദുരന്തബാധിതരായ ആളുകളാണ് ഈ സമരത്തിലെ ഏറിയ പങ്കാളികളും. 7 മാസം ഇന്ന് പൂർത്തിയാവുകയാണ്. യഥാർത്ഥത്തിൽ സ്പോൺസേഴ്സ് ആയ ആളുകളോട് നിങ്ങൾ ഭവന നിർമ്മാണ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന് ഗവൺമെന്റ് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മുഴുവൻ ആളുകൾക്കും വീടുണ്ടാകുമായിരുന്നു. ഒരാളും തെരുവിൽ അലയേണ്ടി വരില്ല. വീടിന്റെ ഫൗണ്ടേഷൻ ഇട്ടില്ല, വീടിന്റെ സ്ഥലം ക്രമീകരിച്ചിട്ടില്ല, വീട്ടിൽ ആരൊക്കെ പോകണമെന്നുള്ള ലിസ്റ്റ് പോലും ഇവിടെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അവർക്കുള്ള തുടർ ചികിത്സയ്ക്ക് വേണ്ടി കേവലം മാറ്റിവെച്ച 5 ലക്ഷം രൂപയുടെ പ്രോപ്പർ ഓർഡർ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവരെടുത്ത ലോണുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം ഏത് രീതിയിൽ റൈറ്റ് ഓഫ് ചെയ്യും, സിബിൽ സ്കോർ തകരാതെ, അതിനെക്കുറിച്ച് അവർ തീരുമാനിക്കുന്നില്ല. അവരുടെ കാർഷിക ഭൂമി പോയി, കാർഷിക വിളകൾ പോയി, അതിനെ സംബന്ധിച്ചതായിരിക്കുന്ന തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നതായിരിക്കുന്ന കുട്ടികളുണ്ട്. ഈ കൊല്ലത്തതായിരിക്കുന്ന അവരുടെ സാമ്പത്തിക സംവിധാനം മുഴുവൻ മലബാർ ഗോൾഡിന്റെ ഭാഗത്തു നിന്ന് ക്രമീകരിക്കാനുള്ള നടപടി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ തുടർ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ എന്താണ് സർക്കാരിന്റെ നിലപാട്? സമ്പൂർണ്ണ അവ്യക്തതയാണ്. MLA ഒരു നിയമസഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. നിയമസഭയിൽ ഉന്നയിച്ചു, അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു, ചോദ്യോത്തര വേളയിൽ പറഞ്ഞു. ഞാൻ കൊടുത്ത നിവേദനം ഒരു ബണ്ടിൽ നിവേദനമുണ്ട്. ഓരോ സമയത്തും നിവേദനം കൊടുക്കലാണ്. ഇവരെ നേരിട്ട് കാണും, നിവേദനം കൊടുക്കും, പരാതി പറയും. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും മന്ത്രിമാരോടും കലഹിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ പറഞ്ഞ സർക്കാരിന്റെ ഉത്തരവിൽ ഉണ്ടായിരിക്കുന്നത് 2 ടൗൺഷിപ്പുകളിൽ 1 ടൗൺഷിപ്പാണ് 7 സെന്റ് എന്ന്. അതിനോടുള്ള സമീപനം എന്താ? ഞാൻ ചോദിക്കട്ടെ, ഇത് NDMA ആക്ട് പറയുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തേണ്ടത് ദുരന്ത ബാധിതരായ ആളുകളോട് സംസാരിച്ചാണ്. എവിടെയാണ് ടൗൺഷിപ്പ്, എത്ര സെന്റ് ഭൂമി നൽകും, എന്തൊക്കെയാണ് അവിടെയുള്ള അമ്യൂണിറ്റീസ്, ഇത് അവരോട് സംസാരിക്കണം. ഇത് ഏതെങ്കിലും സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ഇരുന്ന് അവർ തീരുമാനമെടുത്ത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ലത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ദുരന്തബാധിതരായ ആളുകളെ ഇരുട്ടിൽ നിർത്തിയാണ് പുനരധിവാസ പ്രവർത്തനം ഇപ്പം ആലോചിക്കുന്നത്. തീർച്ചയായും 7 മാസം പിന്നിടുമ്പോഴാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് UDF കടക്കുന്നത്. ടി സിദ്ദീഖ് MLA നേതൃത്വത്തിൽ ഇന്നലെ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇന്ന് രാവിലെ 7 മണിയോട് കൂടി ആ സമരം അവസാനിപ്പിക്കുമ്പോഴാണ് കലക്ടറേറ്റ് വളയൽ 3 ഗേറ്റും വളഞ്ഞുകൊണ്ടുള്ള അതിശക്തമായ സമരം തന്നെയാണ് UDF കാഴ്ചവെക്കുന്നത്. എന്തായാലും ഈ ദുരിതബാധിതരെ ഇനി ഇങ്ങനെ അലയാൻ വിടില്ല. അത് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ UDF ഒറ്റക്കെട്ടായി അവരുടെ പിന്നാലെ ഉണ്ടാകും, അവരുടെ പിന്നിൽ തന്നെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് UDF സമരത്തിൽ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും കലക്ടറേറ്റ് വളയൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ജീവനക്കാർ എത്തുന്നതോടുകൂടി ഉള്ളിൽ കടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസും കനത്ത ബന്ദോബസ്തും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ. ജിൽസി, എന്തായാലും UDF ഒരു വലിയ പ്രത്യക്ഷ സമരത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുള്ള സർക്കാർ സമീപനത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അവരുടെ കടം എഴുതി തള്ളാനുള്ള നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ UDF ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പോലീസ് സന്നാഹം കൂടി സ്ഥലത്തുണ്ട്. ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ജീവനക്കാരെ കലക്ടറേറ്റിലേക്ക് കടത്തിവിടാതെയുള്ള ഒരു സമരത്തിനാണ് UDF ഇന്ന് വയനാട്ടിൽ തയ്യാറെടുക്കുന്നത്.